ഓ ചേച്ചി വിളിക്കണടി ചായ ഫുള്ള് കുടിച്ചിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ പണി തുടങ്ങിയിട്ടോ. ബാത്റൂമിൽ പണി തുടങ്ങി. അപ്പോൾ 2 പേര് കൂടി വരാണ്ട് ഇളയച്ചൻ്റെ കൂട്ടുകാരന്മാർ കേട്ടോ. അവർ വന്നിട്ടില്ല. നല്ല കാറ്റ്. കല്ല് എന്താ നോക്കാൻ ഇത്രേ ഇത് പേടിയുണ്ടോ? കാണിച്ചു കൊടുക്ക്. ചിക്കൻ ഉള്ളത് നന്നാക്കുകയാണ് കേട്ടോ അനിയത്തിമാര്, പണിക്കാർക്കുള്ളത് കേട്ടോ. നേരെ ആയിക്കോട്ടെ കേട്ടോ. വീഡിയോയിൽ ഫോട്ടോ നേരെ കണ്ടോട്ടെ മുഖമൊക്കെ. അതല്ലേ ഫോട്ടോ എടുക്കണ നേരെ കണ്ടോട്ടെ. അതെ ഇഞ്ചി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിലേ ചോയ്ക്കുള്ളൂ ചിക്കനില്. ചോറായിട്ടോ. ചോറൊക്കെ വാർത്ത് വെച്ചു. ഇനി ചിക്കൻ കൊണ്ടുവന്ന് കുറച്ചും കൂടി കൊണ്ടുവരണം. എന്നിട്ട് 2 കൂടി ആയിട്ടുള്ളൂ വെക്കാനിട്ടോ. എന്നിട്ട് വേണം ഇനിയിപ്പോൾ ബാക്കി പരിപാടികൾ തുടങ്ങാൻ. അപ്പോഴത്തേന് സാധനങ്ങളൊക്കെ ഒന്ന് നുറുക്കി വെച്ചാലേ. കുട്ടനോടേ എടി ഞാൻ ചോദിച്ചു കുട്ടനോട് ചോദിച്ചു എന്തെങ്കിലും കഴിച്ചു. ഞാൻ 2-3 അപ്പം കഴിച്ചു. ഇവരെന്തെങ്കിലും കഴിച്ചിക്കണോന്ന് അറിയാം. കറിവേപ്പില ഉണ്ടോ? അത് കഴുകിയിട്ട് തരും. പേരിയൊക്കെ അടുപ്പത്ത് കയറിയിട്ടോ. ഞങ്ങൾ കുറേ കാലമായിട്ടോ ഞങ്ങൾ ഈ ബാത്റൂം വീട് കയറിയിട്ട് പിന്നെ ബാത്റൂം കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആയി കിട്ടിയാൽ തന്നെ ഏറ്റവും വലിയൊരു ഇത് കഴിഞ്ഞു കിട്ടാൻ നമ്മുടെ കറിവേപ്പില വീട്ടിൽ തന്നെ ഉള്ള കാരണേ കുഴപ്പമില്ല. ഇതൊക്കെ നമ്മളെത്ര ഇരന്നും കൊണ്ട് നടന്നില്ലേ. 10 ഉറുപ്പ്യക്ക് ഒരു കുടിച്ചല് തരും. അതിന് പൈസ കൊടുക്കണ്ടേ? വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇളയച്ചന്റെ അനിയന്റെ കൂട്ടുകാരന്മാരാണ്. പിന്നെ അവരുടെ മാമന്മാരും അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് പണി തീർക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എല്ലാം നല്ലതായി തീരട്ടെ, എല്ലാരും പ്രാർത്ഥിക്കുക. ബീൻസ് ആണ് ഉപ്പേരി വെക്കുന്നത്. രാവിലെ ഞങ്ങളൊക്കെ കൊത്താമര മൂക്കാത്തതായ കാരണം വേവാനും രുചിയും. അത് പിന്നെ വെറുതെ ആവിയിൽ വേവിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. വെച്ച് വാർത്ത് കളയുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എനിക്കല്ല യൂട്യൂബ് ചാനലിൻ്റെ വലിയ അങ്ങനെ തന്നെ മസാലയും പുരട്ടി വെക്കായിരുന്നു അതിൽ. പിടിക്കുകയും ചെയ്യലോ. എല്ലാരും കാണേണ്ടതാണ്. നേരെ പടുത്തോളി ഇതില്ലേ. രണ്ടാളെയും കൂടി എടുത്ത് നിക്കണോക്ക്.
അതെന്താ കൈ കൊടുക്കേ മുട്ടായിയോ പാവടി അതിന്റെ തൊള്ളയില് കൈയിട്ടിട്ട പാവത്ത് കൈയിട്ടത് തൊള്ളയില് എപ്പോഴേക്കാ എത്തിയേട്ടാ ഏട്ടാ എപ്പോഴേക്കാ എത്തി 10:30 എത്തി കേറുന്ന കേറ് ചായ കുടിക്കണോ എന്തടി മുട്ടായിയോ എന്താ പാൽഗോവ മിഠായി പോലെ ഉണ്ടല്ലോ പാൽഗോവ മിഠായി പോലെ ഉണ്ട് അറിയാ കേട്ടോ ആന്ന് കുഞ്ഞാവാ ഓട്ടോ ഇവള് പോവാണ് എന്ന് പറഞ്ഞപ്പോ അവളും പോവാണേ ഞാൻ കൊണ്ടപ്പോ അതുവരെ അടുത്ത ആള് അടുത്ത ഊഴം വൈകരുതിട്ടേട്ടാ എന്നാ വേറെ കയ്യിലെടുത്തുന്നാ കയ്യോ കൈ വേദനിക്കാണ് നിവാന്തേച്ചിക്ക് ഞാൻ ഉച്ചയില്ലായിരിക്കും വിചാരിച്ചു സമയം ഒരു ചട്ടവും കൊണ്ട് പണിയെടുക്കുന്ന മനുഷ്യനാണ് രണ്ടാഴ്ച എന്നിട്ട് ഈ കൊട്ട കയറ്റിന് വീഡിയോസ് വിട്ടാ പിന്നെ നമുക്ക് പിന്നെ ഇറങ്ങേണ്ടി വരില്ല അല്ല ഇവനക്കൊരു പെണ്ണു വേണമെന്ന് ഒരിലോട് കല്ലടിച്ചിട്ടതല്ലേ ഞാൻ ഇതൊന്നും ഇളക്കണ്ടേ നമ്മള് കൂടിയ പല്ലുവേദന അത് മെറ്റല് പോലുള്ളതല്ല പെറുക്കണ്ടത് എല്ലാവർക്കും പണി തന്നിട്ട് കേട്ടോ ഞാനാവുന്നില്ല അത് പറയണ്ട മറ്റേ ചേച്ചി ലാഭത്തെ ചേച്ചി അടിപൊളി വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ അങ്ങനെ വേണേ മനുഷ്യന്മാര് കുട്ടികൾക്കൊക്കെ അതിനെ പറ്റി പറഞ്ഞ വല്ല ബോധമുണ്ടോ അങ്ങനെ വേണം മനുഷ്യന്മാര് മൈക്ക് എവിടെ വാങ്ങിയത് ഇപ്പൊ പറയണത് കുറച്ച് ഒച്ചത്തില് പറഞ്ഞാ മതി അല്ലേ ഇല്ലേട്ടാ ഇപ്പൊ പറയണത് കുറച്ച് ഒച്ചത്തിൽ അങ്ങോട്ട് പറഞ്ഞാ മതി അറിയാ ചെറുത് മതിന്ന്
കഴിച്ചോളും കഴിച്ചോളും. അവര് എല്ലാം കൂടി എല്ലാത്തിനും കൂടെ ഒരു മട്ടത്തിലാവുന്നുള്ളൂ. ഇതാ നമ്മുടെ വെള്ളച്ചി കിടക്കണു കേട്ടോ. അങ്ങനെ കുഞ്ഞാറ്റ അതാ പോടും അവരുടെ വിദ്യാലയം. അല്ല കുഞ്ഞാവ ആ കുട്ടിക്ക് തള്ളേനൊന്നും വേണ്ടിയാവോ. അതാ പോണടി അത്. കുഞ്ഞാവേ പണിക്കാര് പണിയൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഇനിയും കുറച്ച് പണി കൂടി ഉണ്ട് ഞങ്ങക്ക് ല്ലേ. ചോറൊക്കെ ഊണ് കഴിഞ്ഞ് പോയി. ഇനി ആ കല്ലൊക്കെ കുറച്ചും കൂടി ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇടണം. ഇല്ല ഒന്നുണ്ട്, അതുകൊണ്ട് ചായ വെച്ചളന്നാ. അമ്മ ചായ വെച്ചമ്മ, ഞങ്ങള് പോയിട്ട് ആ കല്ലൊക്കെ അങ്ങോട്ട് മറിച്ചിട്ടേ. ആ നടക്ക്. അച്ഛന് മൂടുള്ള സമയം പോയി നോക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മളൊറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. പിന്നെ വലിയ പെണ്ണ് പോണേന് പിടി. ഞങ്ങള് ബാക്കിയുള്ള കുറച്ച് കല്ലുണ്ടായിരുന്നു, ആ കല്ല് അവിടേക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ പടവൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി മണ്ണൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് തട്ടണം എന്നുണ്ടെങ്കിൽ സ്ഥലം വേണ്ടിയായിരുന്നു. ഇവിടെ തന്നെ വേണമല്ല അതും കൊണ്ടുവന്ന് തട്ടാൻ. അപ്പൊ ഞാൻ അതിന്റെ മേലുള്ള പുല്ലൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടേ, കാട് വെട്ടിയ കാടുണ്ടായിരുന്നു, അത് തോട്ടിയും കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചാക്കുക കേട്ടോ. ഇളയച്ചി മൂത്തച്ഛനും കൂടി അത് നേരാക്കണുണ്ട്. ഇനി വണ്ടി വരുന്നുണ്ട്. ഇളയച്ചൻ അവൾക്ക് മൂത്തച്ഛനല്ലേ, എനിക്ക് കല്ലിന്റെ ആ ചപ്പിന്റെ ഇടയിലാണേ. പിടിച്ച തോട്ടി പിടിച്ച വീഴാതിരിക്കലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഉറപ്പിന് വേണ്ടിട്ടാണേ. ഇതും കൂടി അങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് കൂട്ടിയാലേ പിന്നെ നമ്മുടെ കാര്യം സേഫായി. ഇന്നത് പിടിച്ചോ, ഞാന് ചെയ്തോണ്ട്. എന്നാ അതാ പിക്കാസ് കൊണ്ടുവന്നേരാ. കുഞ്ഞിനി കുഞ്ഞിനി ഇതൊക്കെ വെറുതെ വടി പിടിച്ചിട്ടാണ് അവൻ പോയ പിന്നാലെ വന്തം. വെറുതെ ഒരു പേരിന് വടി പിടിച്ചിട്ടുള്ളൂ അങ്ങോട്ട് താഴത്തേക്ക് പോണേന്. അപ്പൊ നമ്മളെന്താ ചെയ്യാ? അപ്പൊ ഓട്ടോറിക്ഷയിലും കാറിലും കൂടി പോവാ. അങ്ങനെ പോവാ പോരെ? ഓക്കെ അല്ലേ? എന്നാ പോവാ? എന്നാ വണ്ടി ഇറക്കുക? അല്ല എന്നാ വണ്ടി ഇറക്കുക പറ. അല്ലേ ടൂറ് പോകാനായിട്ട് ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറയും. നമ്മുടെ കൂട്ടം കൂട്ടല് കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് ഫുഡ് ഉണ്ടാക്കാന്. ഒക്കെ ശരി. എടി ഒരാഴ്ച കൊണ്ട് വണ്ടി ഇറങ്ങുത്രേ. അപ്പൊ പോവല്ലേ നമുക്ക്? എന്താ ഒരു ശനി ഞായർ ഒരു ഏതെങ്കിലും ഒരു ദിവസം പോയാ പോരെ? ആ അതിന് ഇങ്ങോട്ട് നോക്ക്, ഷെയർ ചെയ്ത് പോയാ മതി. ഒറ്റയ്ക്ക് പോവും വേണ്ട, എല്ലാവർക്കും പപ്പാതി എടുക്കുക. അല്ലാതെ എല്ലാരും കൂടി ആ അങ്ങനെ നമ്മള് പറയണില്ല. ഒത്തൊരുമിച്ചിട്ട് പോയിട്ട് വരാന്ന് തന്നെ പറയണത്. വരികയാണെങ്കിൽ കുഴപ്പമില്ല. പൊന്നൂസ് ഏൽപ്പിച്ചാർന്ന് വലിയച്ഛനോടേ. കൊണ്ടുവന്നാ മതിയായിരുന്നു. പോയി അല്ല ആ മാസം തന്നെ പോയി മേടിക്കണം. അല്ലെങ്കിൽ അപ്പൊ അന്റെ ഇതൊന്നും എടുക്കണില്ല, ആധാർ കാർഡ് ഇത് ഫോട്ടോ ഒന്നും എടുക്കണില്ല. ആ അതാ ഞാൻ ചോദിച്ചു. ആ
ഞാൻ തന്നെയല്ലേ പോയി മേടിക്കാറ്, അതായത് എന്റെ കെട്ടിയാണ് കണ്ടുകൊടുത്ത് മേടിക്കാറ്. നമ്മളെന്നെ വേണ്ടേ, മാതാവന്നെ പോയി ഫോട്ടോ എടുക്കണ്ട ആധാർ കാർഡിലേ. നമ്മുടെ ഹോട്ടലിൽ എടുക്കുക. ആ നീ എല്ലാരും പോവാൻ വേണ്ടി പുറപ്പെടുക കേട്ടോ. ഒരു കാര്യം ചെയ്യാ, ആ സാധനം ലോഡുകളൊക്കെ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് വാ, എന്നിട്ട് ഇവരെ കൊണ്ടുവരാൻ വന്നാ മതി. പൊന്നൂസ് വേണമെങ്കിൽ അതിന്റെ ഒപ്പം പോണോ? പോവോ? പിടിക്കാനും വേണോ എന്നാ? വേണ്ട. ആ വെയിറ്റ് ഉള്ളത് കൊണ്ടേക്ക് വന്ന പിന്നെ ഇനി ഇവളൊക്കെ വരുന്നതല്ലേ. ഇന്ന് അത് കൊണ്ടേ കൊടുത്തിട്ടും കൂടി തന്നെ പാട്ടോ എന്നാ. എന്തേട്ടൻ വരേണ്ടവര് വരാറുണ്ടോ? അല്ല, ഒന്നിച്ചു എല്ലാം കൂടി എങ്ങനെ ഇവര് പോണത്, സാധനങ്ങളും അവരും ഒക്കെ ബൈക്കില്. അനിയത്തി വലിയ അനിയത്തി പോവാണ് കേട്ടോ. നോക്കുമ്പോ അവള് കൊറേ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ബൈക്കാണ്, വണ്ടി പണിക്ക് നിർത്തിക്ക അവരെ കാറ് കേട്ടോ. അപ്പൊ ഇനി ബൈക്കില് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് പറ്റുന്നത്. രണ്ടാമത് അമ്മ ഹെൽമെറ്റ് കൊണ്ടേ കൊടുത്ത്. ഹെൽമെറ്റ് അവിടെ മേശയുടെ മേലല്ലേ. അപ്പൊ ഇനി കാറ് പണിക്ക് നിർത്തിയോണ്ടേ ഈ ബൈക്കില് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് വരട്ടി വെച്ചിട്ടേ കൊറേ ചേനയും ചേമ്പും കായയും ഒക്കെ ഉണ്ട്. അത് ഹെൽമെറ്റ് കൊണ്ടേ കൊടുത്തിട്ട് അച്ഛന് അതിനി കൊണ്ടേ വെച്ചിട്ട് വേണം ഇനി അവരെ കൊണ്ടുവരാൻ വരാന്. ചേന, കാവത്ത്, കായ, പിന്നെന്താണ് മത്തന്, അങ്ങനെ പല കുട്ടി കുട്ടി ആകെ 4 കൊറ്റിയുണ്ട്, അതിലെടുക്കണ. അവര് പോയിട്ടോ. ഇനിയിപ്പോ ഞങ്ങള് പോട്ടെ, ഇനി ബാക്കി കുറച്ച് പരിപാടി ഉണ്ട്. ഇനിയിപ്പോ ചെറുത് പോവാ, ചെറിയ അനിയത്തി കുട്ടിയൊക്കെ പോവാന്ന് പറയുന്നുണ്ട്. ഇനി പോവാന്നറിയില്ല. അവര് പോയപ്പോ ആളൊഴിഞ്ഞൂലേ. വീട്ടിലത്തെ ആളാണ്ട് ഒഴിഞ്ഞൂലേ. ഈ വെള്ളച്ചെടി ഭയങ്കര സാധനം. ലോട്ടറി കണ്ടാ തോന്നി ഞമ്മക്ക് പൈസ കാശ